Hi all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. എന്താണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ്? ലെറ്റ്സ് സീ എന്തൊക്കെയാണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ. What you need to hear right now. കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെടുത്ത് കൺഫേം ചെയ്യുന്നത് ഹോപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, സോ സിറ്റുവേഷൻ കുറച്ച് വേഴ്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഹോപ്പ് ഉണ്ടാവണം. കാരണം ഇതുപോലെ ആയിരിക്കില്ല സിറ്റുവേഷൻ, അതിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ്സ് ഓൾസോ കൺഫേമിങ് ദാറ്റ് നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾക്ക് അങ്ങനെ സേഫ് അല്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കൺഫേം ടു യുവർ സെൽഫ് ദാറ്റ് നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പേടി ഉണ്ടെങ്കിൽ, ബിക്കോസ് ആ ഒരു മെസ്സേജാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേൾക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെടുത്ത് നല്ല രീതിയിലൊരു ഹോപ്പ് വെക്കാനാണ് പറയുന്നത്. കാരണം ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്, വെളിച്ചം ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഡാർക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, എങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹാവ് ദ ഹോപ്പ്, എസ്പെഷ്യലി ഇൻ യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലൊക്കെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഓർ ഇതുപോലെ ആയിക്കൊള്ളണമെന്നില്ല, മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി, മാറ്റങ്ങൾ ഇൻ ദ സെൻസ് ചില ആളുകൾക്ക് അതിന് നിങ്ങൾക്ക് വേണ്ട ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ഓർ മേ ബി ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി തരാനോ, നിങ്ങളെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കോ, ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കോ നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, സോ സിറ്റുവേഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം. ഓക്കെ, അത് പല ഏരിയാസിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓർ ഈ ഒരു ഇത്ര കാലം നിങ്ങൾ നിന്നിട്ടുള്ള ഒരു പൊസിഷനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് അഗെയിൻ അതും ഒരു കുറച്ച് സ്ട്രഗിൾ ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ആയിട്ടുള്ള ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന സമയത്തിൽ കൂടി ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഒരു സെപ്പറേഷൻ വേണം. എസ്പെഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു വേർഷന് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷൻ മേ ബി അതായിരിക്കും നിങ്ങൾ ഈ ഒരു സമയത്ത് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്കൊരു ഹോപ്പ് തോന്നാത്തത്. ഓക്കെ, സോ ചില റിസ്ക് എടുക്കണം, നിങ്ങൾ ലൈഫിൽ ചില റിസ്ക് എടുക്കണം, ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം. ജസ്റ്റ് ട്രൈ ഇറ്റ്. ഓക്കെ, ശ്രമിച്ചു നോക്കുക. മേ ബി അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾക്ക് തരും. ആൻഡ് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ഒരു ജേർണിയിൽ, ഡെഫിനറ്റ്ലി നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈവൻ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്തും കാര്യങ്ങൾ വേഴ്സ്റ്റ് ആയിട്ട് സംഭവിക്കുന്ന സമയത്തും. ഓക്കെ, സോ മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്, നിങ്ങൾ ഗൈഡഡ് ആണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. മേ ബി ഈ രണ്ട് കാർഡ് നമുക്ക് അവസാനം കളക്ട് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഇത് നിങ്ങൾക്കുള്ള എന്തൊരു മേജർ മെസ്സേജ് ആണ്. ഓൾറൈറ്റ്, സോ അതിന് മുൻപ്, ഈ ഒരു കാര്യം അറിയുന്നതിന് മുൻപ്, ഈ ഒരു രണ്ട് കാർഡ് എന്താണെന്ന് അറിയുന്നതിന് മുൻപ് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന സമയത്താണ്. ഓക്കെ, സോ അവിടെ നിങ്ങൾ ചില ആക്ഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്, ചില മേജർ സെപ്പറേഷൻ നിങ്ങൾക്ക് വേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അഡിക്ഷൻസ്, നിങ്ങൾക്കത് ചില വ്യക്തികളോടായിരിക്കാം, ചില കാര്യങ്ങളോടുള്ള അഡിക്ഷൻ ആയിരിക്കാം. ഓക്കെ, ഓർ നിങ്ങളുടെ തന്നെ ചില ഹാബിറ്റ്സ്, അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് you guys are getting the right intuition. Okay, so നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ ആക്ച്വലി ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. എസ്പെഷ്യലി ഈ ഒരു സമയം. ഓക്കെ, ഈ ഒരു സമയത്തിൽ കൂടെ നിങ്ങൾ എന്ത് കാര്യത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, യു ആർ നോട്ട് അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കൊരു കീ കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു സിറ്റുവേഷന് പുറത്തേക്ക് വരാനുള്ള എന്തോ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്കറിയാം.
നിങ്ങൾക്കത് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പുറത്തേക്ക് വരാനുള്ള താക്കോൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയുന്നുണ്ടാവില്ല, എങ്ങനെ പുറത്തേക്ക് വരണം എന്ന് അറിയുന്നുണ്ടാവില്ല. ചില ആളുകൾ സ്വയം ഹെൽപ്പ് ചെയ്യാത്തതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഹെൽപ്പ് വേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ ചൂസ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സമാധാനത്തിനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പീസ്, നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇമോഷണലി കാര്യങ്ങൾ എടുക്കാതെ നിങ്ങളുടെ ഗ്രോത്തിന്, അത് ഈവൻ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കേണ്ട കാര്യങ്ങളായിരിക്കാം. ചില ആളുകൾ നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. മാറി നിൽക്കുക ഇൻ ദ സെൻസ് നിങ്ങളുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടോ, ഫൈനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ടോ, കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടോ, നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ടോ നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, മാറി നിൽക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതായിരിക്കാം ചില ആളുകൾ. ഓക്കെ, സോ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇമോഷൻസിന്റെ പുറത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ കാര്യങ്ങൾ ചൂസ് ചെയ്യാതിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലും മേജർ പേർപ്പസിലൂടെ ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, മേജർ ഹെൽപ്പ് നിങ്ങൾ സ്വയം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അവിടെ പ്രോമിസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ഓഫർ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ടാസ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്ന ലൈഫിൽ, എസ്പെഷ്യലി നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അവിടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഓഫർ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ഒരു ഗിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ സഹായിക്കുന്ന സമയത്ത്, നിങ്ങളെ കെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ഗിഫ്റ്റ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഡിവൈൻ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഓഫർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുന്നത് ഒരു ഓഫർ എന്ന് പറയുന്നത് നിങ്ങളുടെ എന്തെങ്കിലും പ്രോസ്പെരിറ്റി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, ചില ആക്ഷൻസ് എടുക്കുന്ന സമയത്ത്, ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സമൃദ്ധി അവിടെ തുടങ്ങാണ്. വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ സമൃദ്ധി ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ, അത് റിലേഷൻഷിപ്പിലായിരിക്കാം, ലവ് ആയിരിക്കാം, ഓർ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ ഗ്രോത്ത് ആയിരിക്കാം, മേ ബി നിങ്ങളുടെ ചില ഹാബിറ്റ്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് കണക്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾ അനാവശ്യമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സിറ്റുവേഷനിലോ വ്യക്തികൾക്കോ വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഈ ഒരു സമയം സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിലായിരിക്കാം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ കുറച്ചുകൂടി നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ റൈറ്റ് ആയിട്ട് തോന്നുന്നത്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എന്താണോ റൈറ്റ് ആയിട്ട് തോന്നുന്നത്, ആ ഒരു കാര്യത്തിലേക്ക് വരും. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒരു പാരന്റിന്റെ എനർജിയാണ്. ഓക്കെ, ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു എൽഡർ ആയിട്ടൊരു പേഴ്സന്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. മേ ബി അത് നിങ്ങളുടെ ആൻസിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവൈൻ ഈ ഒരു സമയം നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ ഒരു പാരന്റ് പോലെയാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഡെഫിനറ്റ്ലി ഡിവൈൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, കാരണം ചില ആക്ഷൻസ് എടുക്കുന്ന സമയത്തോ, ചില കാര്യത്തിലേക്ക് നിങ്ങൾ വരുന്ന സമയത്തോ, ചില അവസരങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് അവിടെ നല്ല മാറ്റങ്ങൾ സംഭവിക്കുക. എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നല്ല മാറ്റങ്ങളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും അവിടെ ബാലൻസ്ഡ് ആവുന്നു. ഓക്കെ, റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങളും, സ്നേഹവും എല്ലാം ബാലൻസ്ഡ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ആൻഡ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. സോ നമ്മൾ ഓൾറെഡി കൺഫേം ചെയ്തു നിങ്ങൾക്ക് അവിടെ പ്രോസ്പെരിറ്റി കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. ഈവൻ നിങ്ങൾക്ക് ഒന്നും ഈ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഹോപ്പ് വെക്കുക, കാരണം സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കില്ല, സിറ്റുവേഷൻ ഒക്കെ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ഓൾറെഡി കൺഫേം ചെയ്യുന്നത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് ഓൾറെഡി ഇൻറ്റ്യൂട്ടീവ്ലി കിട്ടുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്ക് അവിടെ ഒരു പ്രോസ്പെരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കൺഫർമേഷൻ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള മറ്റു മെസ്സേജ്. പാഷൻ ഇഗ്നൈറ്റഡ് ആൻഡ് വാവ്.
സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹ്യൂജ് സക്സസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടായിരിക്കാം. ഓർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഈ ഒരു കാര്യം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അറിയാം എന്തോ ഒരു മേജർ ഹാപ്പിനെസ്സിലൂടെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്നത്. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന കാര്യമായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതുപോലത്തെ മേജർ ചേഞ്ചസ് വരുന്നതായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത്. ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പാർട്ട്ണർ ആയിരിക്കാം, ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങളുടെ സെൽഫായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെയോ സമയത്ത് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സെൽഫ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അഗെയിൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. 7 is a confirmation for spiritual growth. ഓക്കെ, സോ എന്തെങ്കിലും ഒരു ഹ്യൂജ് സക്സസ്, വിജയിച്ചു വരിക എന്നുള്ളത് മാത്രമല്ല, അവിടെ എന്തൊക്കെയോ ഒരു മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്തിൽ കൂടെ നിങ്ങൾ പോകുന്ന ചില കാര്യത്തില് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ അത് ചിന്തിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ നല്ല ഇമോഷൻസ് ആ ഒരു കാര്യത്തിനെ പറ്റി നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾ മേ ബി നിങ്ങൾ വേറൊരു പേഴ്സണുമായിട്ട് എന്തെങ്കിലും കൈൻഡ് ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ടായിരിക്കാം, ഓർ എന്തെങ്കിലും തെറ്റിദ്ധാരണയായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പോകുന്ന ചില കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. സോ അതിനൊക്കെ ഉള്ളൊരു ക്ലാരിറ്റി വെരി സൂൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങള് നിങ്ങളുടെ ലൈഫിൽ ഓർ ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങൾ ഓവർകം ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുള്ള നിങ്ങളുടെ ശീലങ്ങളോ ലൈഫ് സിറ്റുവേഷനോ ആയിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രമാത്രം നിങ്ങൾ മാറിയിട്ടുണ്ട്, നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം വാല്യൂ കൊടുക്കുന്നുണ്ട്, ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങള് വീണ്ടും നിങ്ങളെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കാൻ വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് നിങ്ങൾ എന്തോ ഒരു കാര്യം ഈ ഒരു സമയത്ത് വളരെ കൂടുതൽ ടെംപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയാം അതിലേക്ക് പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് അത്ര ഒരു ആഗ്രഹമുള്ള ഒരു കാര്യം നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല ഈ ഒരു സമയത്ത്. ഓക്കെ, അതായിരിക്കും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുക. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യണോ, നിങ്ങൾക്ക് വേണ്ടി നിൽക്കണോ, നിങ്ങൾ പറയുന്നത് നിങ്ങൾ സ്വയം വിശ്വസിക്കണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അലോ ചെയ്യണോ എന്നുള്ളൊരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. അത് ചില ആളുകൾക്ക് നിങ്ങൾ എടുക്കേണ്ട ചില തീരുമാനങ്ങളായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങൾക്കത് എങ്ങനെ അത് പുറത്തേക്ക് കൊണ്ടുവരണം എന്നറിയാതെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ചില ഐഡിയാസ്, നിങ്ങളുടെ ചില ക്രിയേറ്റീവ് ആയിട്ടുള്ള പാട്ടായിരിക്കാം, നിങ്ങളുടെ ചില തോന്നലുകൾ. ഓക്കെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ചില തോന്നലുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതെങ്ങനെ നിങ്ങളെ കണക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അവിടെ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക. ഓക്കെ, സോ അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മിസ് ചെയ്യുന്നുണ്ട്, എന്തിന്റെങ്കിലും ഒരു സെപ്പറേഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് പ്ലസ് അതിലെന്തോ ഒരു നല്ലൊരു ഹോപ്പ് വെക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വെരി സൂൺ എക്സ്പെക്ട് ചെയ്യുക നിങ്ങൾക്ക് അത്ര മനസ്സിന് സന്തോഷം തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. നിങ്ങൾ എന്തോ ഒരു കാര്യം, എന്തിനാണ് ചില കാര്യങ്ങൾ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, പല പല കാര്യങ്ങൾ ശ്രമിച്ചിട്ടായിരിക്കാം നിങ്ങൾ എന്തോ ഒരു കാര്യം കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പാസ്റ്റിലുള്ള സിറ്റുവേഷനിൽ പല എക്സ്പീരിയൻസ് പല ആളുകളുടെ അടുത്തുനിന്നും റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ശ്രമിക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ പല കൺഫ്യൂഷനാണ് നിങ്ങൾ ചില റൈറ്റ് ആയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഇത്ര കാലം നിങ്ങളെ കൺഫ്യൂസ് ആക്കിയിട്ടുള്ള ചില കാര്യങ്ങൾക്കാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ്